ഒരു രോഗിന്റെ അടുത്ത് നമ്മൾ ചെല്ലുമ്പം കുറെ മര്യാദകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് അയാളോട് സലാം പറഞ്ഞ് അയാളെ ആശ്വസിപ്പിക്കുന്ന വർത്തമാനം പറയണം. അയാളെ ഭീതിപ്പെടുത്തുന്ന പേടിപ്പിക്കുന്ന സംസാരം നമ്മളെ വാക്കത്തുനിന്ന് ഉണ്ടാവരുത്. നബിതങ്ങൾ സാധാരണ പറയുന്ന ഒരു വാക്കെന്താ? ലാ ബഅസ തുഹൂറുൻ ഇൻഷാ അല്ലാഹ്. നമ്മൾ ആ ലഫ്ള് തന്നെ പറയണമെന്നില്ല, അതിന്റെ ആശയം പറഞ്ഞാൽ മതി. ലാ ബഅസ എന്ന് പറഞ്ഞാൽ അത്ര സാരല്ല, അങ്ങനെ നമ്മൾ പറയണം. വലിയ ഇത് ഭയങ്കരാണെന്ന് പറയരുത്. അപ്പൊ ആള് കൂടുതൽ ബേജാറാവും. രോഗികളെ ബേജാറാക്കിയാൽ മാനസികാരോഗ്യം തകരും. മാനസികാരോഗ്യം തകർന്നാൽ ആരോഗ്യം രോഗം വർദ്ധിക്കും. അപ്പൊ ആശ്വാസത്തിന്റെ വാക്കാ പറയണം. ചില ആളുകളൊക്കെ രോഗികളെടുത്തില്ലുമ്പോ എന്താ ചെയ്യാം? ഓല് പണ്ട് ഓന്റെ വല്യാപ്പക്ക് ഉണ്ടായ അസുഖം അവിടുന്ന് വിശദീകരിക്കും. ഇത് കണ്ടിട്ട് ക്യാൻസറാന്നാ തോന്നുന്നത്. കാൽമലൊരു മുറിയുള്ളത് കാണാൻ പോയതാ. എന്നിട്ടോ അങ്ങനെ നോക്കിയിട്ട് കാൽമേകാലം ഇത് ക്യാൻസറാ. നമ്മളെ വല്യാപ്പക്ക് ഇങ്ങനെ തുടങ്ങി 6 മാസം എന്നുള്ളൂ. കാലിങ്ങോട്ട് പഴുത്തിട്ട് എന്താക്കി? ആദ്യം ഞെരിയാണിമെന്നാട് കട്ട് ചെയ്തിട്ടേ അപ്പോൾക്ക് മറ്റവന്റെ നെഞ്ഞ് പൊട്ടുക. പിന്നെ പഴുപ്പ് മേലോട്ട് കയറി അവനെ മുട്ടുംകാൽമെന്ന് മുറിച്ചു, പിന്നെ തൊടയിലും മുറിച്ചു. അങ്ങനെ 2 കാലും മുറിച്ചിട്ടാ വല്യാപ്പ മരിച്ചതെന്ന്. ഇയാള് പിറ്റേന്ന് തന്നെ മരിക്കൂലേ ഈ രോഗി? ഇവന്റെ വല്യാപ്പന്റെ കഥ പറയണ സ്ഥലമാണ്. അവിടെ നമ്മൾ പറയേണ്ടത് ലാ ബസ്, സാരല്ലട, ഇതിനേക്കാളൊക്കെ വലുത് എത്ര, ഇതിനേക്കാൾ വലിയ അപകടത്തിൽപ്പെട്ടവരൊക്കെ എഴുന്നേറ്റ് സുഖമായി പോന്നിട്ടുണ്ട്. നമ്മൾ പടച്ചോനോട് പറയാ ചികിത്സ നടത്താൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. അള്ളാഹു തആല എളുപ്പം സലാമത്താക്കട്ടെ. രക്ഷപ്പെട്ട ആൾക്കാരെ 3-4 കഥ അയാളോട് പറയേണ്ടത്. ഇതിനേക്കാൾ വലിയ അപകടം പറ്റിയിട്ട് സലാമത്തായി പോന്നെ ഒരു 3-4 കഥ പറഞ്ഞാൽ ചിലപ്പോൾ അയാൾക്കൊരു ആരോഗ്യം വർദ്ധിക്കും. മനസ്സിന് ശക്തി കൂടിയാൽ പെട്ടെന്ന് രോഗം മാറും. അങ്ങനെ പറയേണ്ടത്. ഒരു പെണ്ണുങ്ങള് സുഖമില്ലാതെ പുറത്തെന്തോ ഒരു കുരുണ്ടായതാ. അങ്ങനെ കാണാൻ വേണ്ടി വേറെ കുറച്ച് പെണ്ണുങ്ങൾ പിന്നെ കുറച്ച് ദുഃഖമൊക്കെ അവിടുന്ന് ഇവിടുന്ന് വായ്പാങ്ങിട്ടാ പോവുക. അങ്ങനെ ആടത്തിയാട് ഞാൻ കയ്യൊക്കെ ഇങ്ങനെ നമ്മളെ കൊടുത്തു പരമാവധി സങ്കടം മുഖത്തുണ്ടാക്കി. എൻ്റെ മളയെ നമ്മളെ മറിയത്ത് മരിച്ചത് ഇങ്ങനെ ഒരു കുരുണ്ടായിട്ടാട്ടോ, ഈ ശ്രദ്ധിക്കണം കേട്ടോ, ഇതൊന്നും പറയരുത്, ഈ നബീസത്തും മരിച്ചു, ബേജാറാക്കരുത്. ആശ്വാസം ലാ ബഅസ, സാരല്ല. വലിയ രോഗവും അപകടമൊക്കെ പറ്റിയോലെടുത്ത് സാരല്ല എന്ന് പറയുമ്പം ഓലെ മനസ്സിലൊരു ചോദ്യം ഉണ്ടാവും, നിങ്ങളിപ്പോ ഇത് സാരല്ല, എനിക്കല്ല ഇപ്പൊ ഇത് സാരല്ല. അങ്ങനെയും ചിലര് ചിന്തിക്കും സാരല്ല എന്ന് പറയുമ്പോളേ, നിങ്ങളിപ്പോ ഇത് സാരം ഉണ്ടാവില്ല, എന്നെപ്പോ സംബന്ധിച്ചത് സാരല്ല തന്നെയാണെന്ന് മനസ്സുകൊണ്ട് പറയും, നമ്മളോട് തുറന്നു പറഞ്ഞില്ലെങ്കിൽ. അതിനു വേണ്ടിയുള്ള മറുപടിയാണ് നബിതങ്ങൾ അടുത്ത വാക്ക് തുഹൂറുൻ ഇൻഷാ അല്ലാഹ്. അപ്പൊ അതിന്റെ ആശയം കൂടി നമ്മൾ അവരോട് പറയണം. തുഹൂർ എന്ന് പറഞ്ഞാൽ എന്താ? ഈ രോഗം അല്ലെങ്കിൽ ഈ അപകടം, ഈ പ്രയാസം, ഇതൊക്കെ അള്ളാഹു നിങ്ങളെ ശുദ്ധീകരിക്കാൻ വേണ്ടി തന്നതാ. അങ്ങനെയാണല്ലോ, ഒരു മുള്ളു കുത്തിയാൽ അതിന്റെ വേദന അനുഭവിച്ചതിന്റെ പേര് നമ്മളെ ദോഷം പൊറുക്കുന്ന. ഒന്ന് കുലുക്കി പഞ്ചാല് ചിലപ്പോ നമ്മളെ ആ മാസത്തെ ദോഷങ്ങളൊക്കെ കൊണ്ടോട് പുറത്തു. അങ്ങനെ ഒരു അപകടം, ഒരു രോഗം, ഇതൊക്കെ നമ്മളെ പാപം പൊറുപ്പിച്ച് നമ്മളെ ശുദ്ധീകരിക്കുന്ന കാര്യമാണെന്നല്ലേ അള്ളാഹിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ സമാധാനപ്പെടി എന്നും കൂടെ ചേർത്ത് പറഞ്ഞാൽ സാരല്ല എന്ന് പറയുമ്പോൾ അയാളെ മനസ്സിൽ എന്ത് വരൂല? നിങ്ങൾക്കായോ കണ്ടീനി എന്നുള്ള ചിന്ത വരൂല, അയാൾക്ക് സമാധാനം കിട്ടും. അങ്ങനെ ആശ്വസിപ്പിക്കുക ആദ്യം. അത് കഴിഞ്ഞിട്ടോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ രോഗിയെ നിങ്ങളൊന്ന് മന്ത്രിച്ചു കൊടുക്കണം. എന്തു ചൊല്ലിയാണ് മന്ത്രിക്കേണ്ടത്? അസ്അലുല്ലാഹൽ അളീം റബ്ബൽ അർശിൽ അളീം അൻ യശ്ഫിയക്. ചെറിയ മന്ത്ര എല്ലാവർക്കും കാണാതെ പഠിക്കാം. അസ്അലുല്ലാഹൽ അളീം, സമുന്നതനായ അള്ളാഹുവോട് ഞാൻ ചോദിക്കുന്നു. റബ്ബൽ അർശിൽ അളീം, ഉന്നതമായ അധികാരത്തിന്റെ ഉടമസ്ഥനോട് ഞാൻ ചോദിക്കുന്നു. അൻ യശ്ഫിയക്, നിങ്ങളെ രോഗം ശിഫയാക്കി തരാൻ. ഇത് 7 തവണ നിങ്ങൾ ചൊല്ലി മന്ത്രിച്ചാൽ ആ അസുഖത്തിൽ അയാൾക്ക് അല്ലാഹു മരണം കണക്കാക്കിയിട്ടില്ലെങ്കിൽ അയാളെ രോഗം ശിഫയാവാതിരിക്കില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വന്നിട്ടുള്ളതാണ്. അപ്പൊ രോഗികളെ ചെന്നിട്ട് ഇത് നമ്മൾ മന്ത്രിച്ചു കൊടുക്കും. പിന്നെ നബിതങ്ങൾ എല്ലാ സംഗതിക്കും മന്ത്രിക്കുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹയും ഇഖ്ലാസും മുഅവ്വിദത്തൈനിയും. ഇത് ഓതിയിട്ടും മന്ത്രിച്ചു കൊടുക്കുക. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞില്ല, റസൂലുള്ളാഹിന്റെ ഭാര്യമാർക്ക് എന്താ അസുഖം ഉണ്ടായാലും നബിതങ്ങൾ ഇഖ്ലാസും മുഅവ്വിദത്തൈനിയും ഓതി മന്ത്രിച്ചു കൊടുക്കും. നബിതങ്ങൾ വഫാത്തായ ആ അസുഖം ബാധിച്ചപ്പോൾ അതേ മന്ത്രം ഞാനും ചൊല്ലി നബിതങ്ങൾക്ക് മന്ത്രിച്ചു കൊടുത്തു. നബിതങ്ങൾ അവിടുത്തെ കയ്യിലൂതിയിട്ട് ഞങ്ങളെ തടവിത്തരാറാണുള്ളതെങ്കിൽ എൻ്റെ കയ്യിനേക്കാൾ ബറക്കത്ത് മുത്തുനബിയുടെ കൈക്കാണല്ലോ എന്ന് കരുതി ഞാൻ അവിടുത്തെ കയ്യിലൂതി ആ കൈ കൊണ്ട് നബിതങ്ങളെ ശരീരം തടവി കൊടുത്തു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നതാണ്. അവർക്ക് വിശ്വാസവും കർമ്മവും അങ്ങനെയാണ്. അപ്പൊ നമ്മൾ രോഗികളെടുത്ത് എന്നാൽ അവരെ ആശ്വസിപ്പിക്കുക, വേറെ ഇടങ്ങറും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കരുത്. സന്ദർശിക്കാൻ പോയാൽ കൂടുതൽ സമയം അവിടെ നിൽക്കാതെ ശല്യപ്പെടുത്താതെ പോരാ. എന്നാൽ നമ്മളെ സാന്നിധ്യം അദ്ദേഹത്തിന് വലിയ സന്തോഷം ഉണ്ടാക്കുമെങ്കിൽ അയാൾക്ക് ജമാഅത്ത് വരെ ഒഴിവാക്കാം എന്നാണ് നിയമം. അയാൾ ആർന്ന് നിസ്കരിച്ചാൽ മതി, ജമാഅത്തിന് പോണ്ട. ഈ രോഗിയെ ആശ്വസിപ്പിക്കാൻ അയാളെ സാന്നിധ്യം അനിവാര്യമാണെങ്കിൽ ജമാഅത്തിന് ഉദറുണ്ട് എന്ന് എല്ലാ ഫിഖ്ഹിന്റെ കിതാബിലും കാണാം. അത്ര ശ്രേഷ്ഠമുള്ള പുണ്യകർമാണ് രോഗികളെ ആശ്വസിപ്പിക്കുക. ഇനി അവർക്ക് ആവശ്യമായ പരിചരണവും ചെയ്തു കൊടുക്കണം. അതിന് നമ്മൾ അറപ്പ് കാണിക്കരുത്, വെറുപ്പ് കാണിക്കരുത്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു സംഭവം കാണാം. മഹാനവറുകൾ മദീനയിൽ ഒരു പെണ്ണുണ്ട് എന്ന വിവരം കേട്ടു. ആ ഉമ്മക്ക് ബന്ധുക്കളായി ആരുമില്ല. ശരീരം തളർന്ന് പക്ഷാഘാതം ബാധിച്ച് ശരീരം തളർന്നു കിടക്കുകയാണ്. കണ്ണിന് കാഴ്ചയും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങേയറ്റത്തെ പ്രായാധിക്യം ഉണ്ട്. ആരോരുമില്ലാത്ത ആ ഉമ്മയെ രാത്രിയുടെ യാമങ്ങളിൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നേരെ ചെന്നുകൊണ്ടതാ അവിടത്തെ വൃത്തിയാക്കി കൊടുക്കുകയാണ്. വസ്ത്രം ശുദ്ധിയാക്കി കൊടുക്കുന്നു, ഭക്ഷണം വായിൽ വെച്ചു കൊടുക്കുന്നു. അങ്ങനെ പരിചരിച്ചു പോരുന്നതിൻ്റെ ഇടയിൽ ചില ദിവസങ്ങളിൽ മഹാനവറുകൾ ചെന്നു നോക്കുമ്പോൾ ഈ കർമ്മങ്ങളൊക്കെ വേറെ ആരോ ചെയ്തു കൊടുത്തതുപോലെ ആരോ നിർവഹിച്ചു കൊടുത്തിട്ടുണ്ട്. അതാരാണെന്ന് ഉമ്മക്കറിയില്ല. ഉമർ ഖത്താബ് തങ്ങൾ വരുന്നതും ഉമ്മക്കറിയില്ല. ആളാരാണെന്ന് കണ്ണു കാണൂലല്ലോ. ആ ഉമ്മയോട് ആ ഉമ്മ ഇങ്ങനെ ഓരോ ദിവസവും ഓരോരുത്തരും ഇങ്ങനെ പരിചരിച്ചു പോകുകയാണ്. മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ മനസ്സിലാക്കി, ചിന്തിച്ചു, ആ ആളാരാണെന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ ഒരു ദിവസം മെല്ലെ വന്ന് അവിടെ ഒളിച്ചിരുന്നപ്പോ ആരാണ് ഈ പാലിയേറ്റീവ് കെയർ പ്രവർത്തനം എന്ന് പറഞ്ഞ സംഗതിയാണല്ലോ ഇത് ചെയ്യാൻ വരുന്ന അറിയോ? ഫഇദാഹുവ അബൂബക്കറിൻ സിദ്ദീഖ് ഫഹുവ യൗമഇദിൻ ഖലീഫത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ തങ്ങളാണ്. സിദ്ദീഖുൽ അക്ബർ അന്ന് ആരാ? ഖലീഫയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. നാടിന്റെ ഭരണാധികാരിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനയിലെ തളർവാദം പിടിച്ച ഉമ്മാമയെ കുളിപ്പിച്ച് ഭക്ഷണം കൊടുക്കുന്നു.